പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യ ഏകദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണകളും മനോളവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. OBS ഫോറം, ഓർത്തഡോക്സ് ബൈബിൾ സ്റ്റഡി ഫോറം. ഓർത്തഡോക്സ് ബൈബിൾ സ്റ്റഡി ഫോറം 141 എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദമായി സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പഠന വിഷയം യോഹന്നാൻ്റെ ലേഖനം, 1-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ തിരുവചനവും 1 കൊരിന്ത്യർ 12-ാം അധ്യായം 3-ാം വാക്യവും ചേർന്നുള്ള ഒരു വിഷയമാണ്. ഈ വാക്യങ്ങളെ അടിസ്ഥാനമാക്കി ആൻറ്റിക്രൈസ്റ്റ് അല്ലെങ്കിൽ എതിർ ക്രിസ്തു ആരാകുന്നു എന്ന് പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. യോഹന്നാൻ്റെ ലേഖനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം, യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത് ആകുന്നു. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. അത് എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവാണ്. യേശുവിനെ ആരായിട്ടാണ് സ്വീകരിക്കേണ്ടത്? അതിന് ഉത്തരം കിട്ടുവാനായിട്ട് കർത്താവ് തന്നെ ജനത്തോട് ചോദിച്ചു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 13-14 വാക്യങ്ങൾ: ജനങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? വീണ്ടും ശിഷ്യന്മാർ ചോദിക്കുന്നു, നിങ്ങൾ എന്നെ ആരെന്ന് പറയും? ക്രിസ്തുവിനെ ആരെന്നാണ് നാം സ്വീകരിക്കുന്നത്? ആരായിട്ടെന്നാണ് നാം വിശ്വസിക്കുന്നത്? പത്രോസ് മറുപടി പറഞ്ഞു, നീ ദൈവത്തിൻ്റെ പുത്രനാകുന്നു എന്ന്. ഈ ദൈവപുത്രനായ ക്രിസ്തു, അവൻ ആദിയിൽ വചനമായിരുന്നവനും ദൈവത്തോടു കൂടെയായിരുന്നവനും ദൈവമായിരുന്നവനും കന്യാമറിയാമിൽ നിന്ന് ജഡമെടുത്ത് മനുഷ്യനായി നമ്മോടുകൂടെ പാർത്തവനുമാകുന്നുവെന്ന് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം ആരംഭഭാവം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. എന്നാൽ യേശുവിനെ ആരായിട്ട് സ്വീകരിക്കണം? 1 കൊരിന്ത്യർ 12:3 യേശുവിനെ കർത്താവെന്നാണ് സ്വീകരിക്കേണ്ടത്. പരിശുദ്ധാത്മാവിൽ മാത്രമേ യേശുവിനെ കർത്താവെന്ന് സ്വീകരിക്കുവാൻ ആർക്കും സാധിക്കുകയുള്ളൂ എന്നും പൗലോസ്ലീഹ ഈ ഭാഗത്ത് രേഖപ്പെടുത്തുന്നു. യോഹന്നാൻ്റെ വാക്കുകളും വിശുദ്ധ പൗലോസിൻ്റെ വാക്കുകളും ചേർത്ത് പഠിച്ചാൽ യേശുവിനെ ശരീരത്തിൽ വന്ന കർത്താവാണെന്നാണ് നാം സ്വീകരിക്കേണ്ടത്. അതായത് പരിശുദ്ധയായ മാതാവിൻ്റെ ഉദരത്തിൽ വസിച്ചത് ദൈവമായ കർത്താവാണ്. ഉദരത്തിൽ നിന്ന് ജനിച്ച യേശു കർത്താവാണ്. ഇതാണ് നാം വിശ്വസിക്കേണ്ടത്. എന്നാൽ യഹോവ സാക്ഷികൾ യേശുവിനെ കർത്താവെന്ന് സ്വീകരിക്കുന്നില്ല. അത് അവർ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരു വചനമാണ്. വചനമായ ദൈവം ജഡമെടുത്ത് നമ്മുടെ കയ്യിൽ വസിച്ചു എന്നവർ വിശ്വസിക്കുന്നില്ല. അവരുടെ വേദപുസ്തകത്തിൽ തന്നെ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ അവർ തർജ്ജമയിൽ വ്യത്യാസം വരുത്തി വചനം ദൈവമായിരുന്നു എന്ന ഭാഗത്ത് വചനം ഒരു ദൈവമായിരുന്നു എന്ന് അവർ മാറ്റി എഴുതിയിട്ടുണ്ട്. ലോകത്തുള്ള 45,000-ഓളം വരുന്ന പ്രൊട്ടസ്റ്റന്റ് സഭകൾ യേശുവിനെ ജഡത്തിൽ വന്ന കർത്താവാണെന്ന് വിശ്വസിക്കുന്നില്ല. അതായത് കന്യാമറിയാമിൻ്റെ ഉദരത്തിൽ വസിച്ചത് വചനമായ ദൈവമാണെന്ന് അവർ വിശ്വസിക്കുന്നില്ല. മറിയാമിനെ കർത്താവിൻ്റെ അമ്മ എന്നവർ സ്വീകരിക്കുന്നുമില്ല. വചനം എന്ത് പറയുന്നു? ഗബ്രിയേൽ മാലാഖ മറിയാമിനോട് പറഞ്ഞു, കൃപ നിറഞ്ഞവളെ, കർത്താവ് നിന്നോട് കൂടെ. ലൂക്കോസ് 1:28 വാക്യം. പരിശുദ്ധാത്മാവ് എലിസബത്തിലൂടെ പറഞ്ഞു, എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന ലൂക്കോസ് 1:43. പരിശുദ്ധാത്മാവും സ്വർഗീയ സേനകളും മറിയാമിനെ കർത്താവിൻ്റെ അമ്മ എന്ന് വിശേഷിപ്പിക്കുകയും സ്വീകരിക്കുകയും ചെയ്യും. കർത്താവ് എന്ന് പറഞ്ഞ ലോർഡാണ്, ദ സോവറിൻ ലോർഡ്. അങ്ങനെ
കർത്താവിനെ സ്വീകരിക്കാൻ സാധിക്കാത്തവരാണ് പെന്തക്കോസ്ത് വിഭാഗങ്ങളും പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിൽപ്പെട്ട സകല സഭകളും യഹോവ സാക്ഷികളും എന്നത് ദൈവവിശ്വാസികൾ മനസ്സിലാക്കി ഇരിക്കണം. ഇത് മനസ്സിലാക്കാതെ എതിർ ക്രിസ്തുവിനോടുകൂടെ ചേരുന്ന അനേകർ ഇന്ന് ഏറി വരുന്ന ഒരു കാലമാണ്. കർത്താവിൻ്റെ അമ്മ എന്ന ആ വിശേഷണത്തോടെ മറിയാമിൻ്റെ ഉദരത്തിൽ പിറന്നത് കർത്താവാണ് എന്ന് സ്വീകരിക്കാത്ത സഭയൊക്കെയും എതിർ ക്രിസ്തുക്കളാണ്, ആൻറ്റി ക്രൈസ്റ്റാണ്. അതാണ് വചനം നാം ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലാകും. ക്രിസ്തുവിനെ ജഡത്തിൽ വന്ന കർത്താവായി സ്വീകരിക്കണമെങ്കിൽ യഥാർത്ഥ പരിശുദ്ധാത്മാവ് വേണം. ആത്മാവിഷവും അന്യഭാഷയും ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ജനത്തെ വഞ്ചിക്കുന്ന വിശ്വാസ സമൂഹം അവർ അന്ത്യക്രിസ്തുവിനെ, എതിർ ക്രിസ്തുവിനെ, ആൻറ്റി ക്രൈസ്റ്റിനെയാണ് യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയാതെ അനേകരും അതാണ് സത്യമാർഗം എന്ന് ധരിച്ച് അതിൻ്റെ പിന്നാലെ പോകും. ഇത് പിശാചിൻ്റെ തന്ത്രമാണ്. ഈ എതിർ ക്രിസ്തുവിൻ്റെ മക്കളെ തട്ടിയെടുക്കുവാനായിട്ട് പല വിശേഷണങ്ങളും പല വ്യാഖ്യാനങ്ങളും കൊണ്ടുവരും. ചില അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുകയും ചെയ്യും. അത് കാണുമ്പോൾ യഥാർത്ഥത്തിലുള്ള ദൈവം കർത്താവ് അവിടെയാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുകയും, എന്നാൽ ഈ കർത്താവിനെ ജഡത്തിൽ വന്നവനായി സ്വീകരിക്കണമെന്ന വചനം അത് പരിശുദ്ധാത്മാവിൽ മാത്രമേ സാധ്യമാകൂ എന്ന് സത്യവചനം അവർക്ക് ബാധകമല്ലാതെ അവരത് സ്വീകരിക്കാതെ ജീവിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് തിരിച്ചറിയട്ടെ. അതുകൊണ്ട് യഹോവ സാക്ഷികളെയും പെന്തക്കോസ്ത് പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങളെയും ക്രിസ്തുവിൻ്റെ അനുയായികളായി സ്വീകരിക്കാൻ നമുക്ക് സാധ്യമല്ല. അവർ ആൻറ്റി ക്രൈസ്റ്റിൻ്റെ പ്രവാചകന്മാരും അതിൻ്റെ പ്രചാരകന്മാരും അതിനെ അപ്രകാരം സ്വീകരിക്കുന്നവരുമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അവരുടെ വഴി വിശാലമാണ്, ഇടുക്കവും ഞെരുക്കവുമല്ല. അതിലൂടെ കടന്നു പോകുന്നവർ, ആ വഴിയൂടെ കടന്നു ചെല്ലുന്നവർ അനേകരുമാണ്. ഇത് വചനം നമ്മോട് ഓർപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ചിന്തിക്കുക, യേശുവിനെ കർത്താവെന്ന്, ശരീരത്തിൽ വന്ന കർത്താവെന്ന് സ്വീകരിക്കുവാൻ ആർക്കൊക്കെ സാധിക്കും? അത് സുറിയാനി സഭയുടെ വിശ്വാസമാണ്. പെന്തക്കോസ്തുകാർ കർത്താവാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ അവൻ ജനിക്കുമ്പോൾ കർത്താവായിരുന്നില്ല, ഗർഭത്തിൽ കർത്താവായിരുന്നില്ല. എന്നാൽ മാമോദീസ സമയത്ത് ഇവൻ്റെ പ്രിയപുത്രൻ എന്ന സാക്ഷ്യം ലഭിക്കുമ്പോൾ കേവല മനുഷ്യനായിരുന്നവനെ കർത്താവായി അഭിഷേകം ചെയ്തുവെന്നും അവൻ ദൈവമായി എന്നുമാണ് പെന്തക്കോസ്ത് വിഭാഗം വിശ്വസിക്കുന്നത്. ഏറ്റവും ക്രൂരമായ, കഠിനമായ ഒരു ആൻറ്റി ക്രൈസ്റ്റിൻ്റെ ഉപദേശമാണ് അതെന്നുള്ളത് തിരിച്ചറിയുവാൻ ദൈവമക്കൾക്ക് സംഗതിയാക്കട്ടെ. ഇത്രയും എന്നെ ശ്രദ്ധിച്ചതിന് ഏവർക്കും നന്ദി. തണ്ണിക്കൊട്ടച്ചൻ.